കണ്ണുള്ളവർക്ക് കാണാൻ, കാതുള്ളവർക്ക് കേൾക്കാൻ, മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാൻ ഇതിനും വലിയ വ്യക്തമായ തെളിവുകളില്ല. ശക്തമായ മറ്റൊരു പ്രവർത്തനം കൂടി വന്നിരിക്കുന്നു മതേതരത്വത്തെ കൊല്ലുന്ന രീതിയിൽ. ഗ്രഹാം സ്റ്റെയിൻസിനെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഈ നാടിൽ കുഷ്ഠരോഗികൾക്ക് വേണ്ടി, അനാഥർക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി പ്രവർത്തിച്ച ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെ 1999 അദ്ദേഹത്തെയും 6ഉം 10ഉം വയസ്സുള്ള അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെയും കാറിലിട്ട് ചുട്ടുകൊന്ന പ്രതിയെ ഒറീസ സർക്കാർ 14 വർഷത്തെ ജീവപര്യന്തം വലിയ രീതിയിൽ അവർക്ക് തിരിച്ചറിവുകൾ നൽകിയിരിക്കുന്നു. അവർ നല്ല ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്നവരാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറക്കി വിട്ടിരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്ന മഹീന്ദ്ര ഹെബ്രാം എന്ന പ്രതിയെ സ്വീകരിച്ചത് എങ്ങനെയാണെന്നറിയോ? ജയ് ശ്രീറാം എന്ന് പറയുന്ന ഈ നാടിന്റെ മതേതരത്വത്തെ കൊല്ലുന്ന രീതിയിൽ ഒരു മതത്തിന്റെ മുദ്രാവാക്യത്തെ മാറ്റുന്ന, ആ ഒരു വംശഹത്യ നടത്തുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളുമായി അവർ ആ പ്രതിയെ സ്വീകരിക്കുകയാണ്. മുൻപന്തിയിൽ നിൽക്കാൻ ഒറീസ മുഖ്യമന്ത്രി കൂടി ഉണ്ട് എന്നുള്ള വിരോധാഭാസവും കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. നോക്കൂ, ഇതാണ് RSS സംഘപരിവാറിന്റെ അജണ്ട. ഈ നാട്ടിൽ ക്രൈസ്തവരെ ആക്രമിച്ച് ഇന്നിന്റെ രാഷ്ട്രീയത്തിൽ നായകരായി മാറിയവർ. മുസ്ലിം ന്യൂനപക്ഷ ദളിതർക്ക് മാത്രമല്ല RSS സംഘപരിവാർ ഭീഷണിയാകുന്നത്, ക്രൈസ്തവർക്കെതിരെയുമാണ്. അവർ ഈ നാടിന്റെ ഹൈന്ദവ സംസ്കാരത്തെ ഒരിക്കലും ചേർത്ത് വെക്കില്ല. അവരും ഈ നാടിന്റെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞു വെച്ചത് തന്നെ മനസ്സിലാക്കുക. കൂട്ടുത്തരവാദിത്തമായി, ഒരുമയോടെ, മതേതരത്വത്തിൽ ഊന്നിപ്പിടിച്ച് RSS സംഘപരിവാരത്തിനെതിരെ പ്രവർത്തിക്കേണ്ട സമയമായി എന്നുള്ളതാണ്.